എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഒരു വ്യക്തിക്ക്, നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഒരു ലോഗിൻ ഐ ഡി പോലും ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് നാട്ടിലുള്ള ഒരാളുടെ പേരിൽ ഓതറൈസേഷൻ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ യഥാർത്ഥ പ്ലോട്ട് ഓണർ മരണപ്പെട്ടതാണ്. മരണപ്പെട്ടതിന് ശേഷം അവരുടെ അവകാശികളായിട്ട് 5 മക്കളും ഭാര്യയും. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 മക്കളും ഭാര്യയും, അങ്ങനെ മൊത്തം 6 പേരാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ ഭാര്യയുടെ പേരിൽ ബാക്കി 5 മക്കൾ ഓതറൈസേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരാളുടെ പേരിലാണ്. അതായത് 5 മക്കളും ഉമ്മാൻ്റെ പേരിൽ ഓതറൈസേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 മക്കൾക്ക് ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യാതെ തന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി മരണപ്പെട്ടത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, മരണ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ചെയ്ത ലാൻഡ് ടാക്സിലും പൊസിഷനിലും ഒക്കെ എല്ലാവരുടെയും പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓണേഴ്സിനെ ആഡ് ചെയ്യാം. ഓണർ ഡീറ്റെയിൽസ് എടുക്കുക. അതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് 5 മക്കളെ ആഡ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സൈനിങ് അതോറിറ്റി ഓതറൈസ്ഡ് പേഴ്സൺ ആണ് കൊടുക്കേണ്ടത്. അവർക്ക് ലോഗിൻ ഐ ഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോഗിൻ ഐ ഡി ഉള്ള നമ്പറൊന്നല്ല, ഞാൻ വെറുതെ എളുപ്പത്തിന് വേണ്ടി ചെയ്യാണ്. ഓക്കെ, സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ സിറ്റിസൺ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണില്ല കേട്ടോ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ എങ്ങനെയാണ് ഓതറൈസേഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷം ഓതറൈസ്ഡ് പേഴ്സണിനെ സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 5 മക്കൾ ഉമ്മാൻ്റെ പേരിലാണ് ഓതറൈസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ പേരിൽ ഞാൻ ലോഗിൻ ഐ ഡി മുൻപ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഒരാൾ ആഡായി വന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഉമ്മാൻ്റെ പേരും ഓതറൈസ്ഡ് എന്ന് പറഞ്ഞിട്ടും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആളെ ആഡ് ചെയ്യേണ്ടതും ഇതേ രീതിയിൽ തന്നെയാണ്. സൈനിങ് അതോറിറ്റി ഓതറൈസ്ഡ് പേഴ്സൺ സെലക്ട് ചെയ്യുക. ഞാൻ മൊബൈൽ നമ്പർ, ഞാനൊരു ലോഗിൻ ഐ ഡിയിൽ യൂസ് ചെയ്യാത്ത മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് കേട്ടോ. ഏതെങ്കിലും ലോഗിൻ ഐ ഡിയിൽ യൂസ് ചെയ്ത നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ലോഗിൻ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ വരിക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
എന്തായാലും എല്ലാവരും അവസാനം വരെ കാണട്ടോ, കാരണം നമുക്കിത് ഓണർക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള അതേ പേഴ്സണെ തന്നെയാണ് ഓതറൈസ്ഡ് പേഴ്സണായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്യുക, അതിൽ പേരൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അവരുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ വന്നിട്ടുണ്ട്. സേവ് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഓണറും ആഡായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളവരെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ നമ്മളിത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത്, ഫോർവേഡ് ടു ഓണർ കൊടുക്കുന്ന സമയത്ത് എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ ആളുടെ ഡീറ്റെയിൽസാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെയിം ആസ് ദ പ്രീവിയസ്ലി ഓതറൈസ്ഡ് പേഴ്സൺ ആ ഓപ്ഷൻ തന്നെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ സെർച്ച് കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. ടിക്ക് ചെയ്തിട്ട് ഈ ഒരു ബോക്സിനകത്ത് ആളുടെ പേരും കൂടി സെലക്ട് ചെയ്താലേ ബാക്കി അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. ഓക്കെ, സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 3 പേര് ആഡായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ അടുത്ത ആളുടെ ഇത് ചെയ്യണം. ഇവിടെ നമ്മൾ അതേ രീതിയിൽ ചെയ്യട്ടോ, നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ചെയ്യാം. സേവ് കൊടുക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഇവിടെ 5 പേര് ആഡ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു 6 പേരാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് 6ാമത്തെ ആൾ കേട്ടോ. അപ്പോൾ അവരെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരിക്കലും ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കരുത്, സെൽഫാണ് കൊടുക്കേണ്ടത്. അവരുടെ സൈനിങ് അതോറിറ്റി ഓതറൈസേഷൻ അല്ലല്ലോ, സെൽഫല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, സേവ് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി വന്നിട്ടുണ്ട്. ആദ്യത്തെ 5 ഓണേഴ്സ് 6ാമത്തെ ഓണറായ ഉമ്മാൻ്റെ പേരിൽ ഓതറൈസേഷൻ കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രൊസീഡ് കൊടുത്ത് നോക്കാം, എന്താണ് കാണിക്കുന്നത് നോക്കാം. കണ്ടോ, ഇതാണിപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യം. അതായത് ഓതറൈസ്ഡ് പേഴ്സൺസിൻ്റെ കൗണ്ടും അറ്റാച്ച്മെൻറ്റ്സിൻ്റെ കൗണ്ടും മിസ്മാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് എറർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഡീറ്റെയിൽസിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തല്ലോ, അതിൽ ഓതറൈസേഷൻ ലെറ്റർ ആഡ് ചെയ്യാത്തതാണ് അവിടെ അങ്ങനെ ഒരു എറർ കാണിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഒരു ഓതറൈസേഷൻ ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൃത്യമായി കാണിച്ചിട്ടുണ്ട്.
ഓതറൈസ്ഡ് പേഴ്സൺ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഓതറൈസേഷൻ കൊടുക്കുന്ന വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആണ് താഴെ ഓണർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ഒന്നുകൂടി നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. കണ്ടോ, ഇപ്പോഴും അതേ എററാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലോട്ട് ഡീറ്റെയിൽസിൽ നമ്മൾ എത്ര പേരാണോ ഓതറൈസേഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ ഇവിടെ 5 പേരാണ് ഒരാൾക്ക് ഓതറൈസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ 5 തവണ ഈ 5 പേരുടെ ഓതറൈസേഷൻ ലെറ്ററും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൽ തന്നെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 തവണ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഒരു അനാവശ്യ കാര്യമാണ്. ശരിക്കും ഇതൊക്കെ ഒന്ന് ചുരുക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എന്നാലും നമുക്കിപ്പോൾ ഈ ഒരു എറർ പോയി കിട്ടാൻ വേണ്ടിയിട്ട് 5 തവണ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു ലെറ്റർ തന്നെ 5 പേരുടെ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ 5 തവണ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിൽ കുറച്ചും കൂടി സൗകര്യപ്രദമായ രീതി കൊണ്ടുവന്നൂടെ എന്നുള്ള ചോദ്യം എല്ലാവർക്കും മനസ്സിലുണ്ടാവും. പക്ഷേ നിലവിൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആ ഒരു എറർ ഒഴിവായി കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഒന്ന് പ്രൊസീഡ് കൊടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ അവിടെ നമ്മുടെ പ്ലോട്ട് ഡീറ്റെയിൽസിൽ ടിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ഓണർക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ കയറുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എല്ലാ ഓണേഴ്സിൻ്റെ പേരിൻ്റെ സ്ഥാനത്തും ഈ ഓതറൈസ്ഡ് പേഴ്സൻ്റെ പേരാണ് കാണുന്നത്. ബ്രാക്കറ്റിൽ അവിടെ ഓതറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തി മാത്രമേ വെരിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്തായാലും ഞാൻ ആ ഒരു വ്യക്തിൻ്റെ ലോഗിനിൽ കയറുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് കൊടുത്ത് പോയി നോക്കാം. ഇത് ഞാൻ തന്നെയാണ് സിറ്റിസൺ ലോഗിനിൽ കയറിയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായും നോക്കാൻ നിൽക്കാത്തത്. ഞാൻ അത്രയും ഉറപ്പുവരുത്തി ഓർഗനൈസേഷൻ ലോഗിനിൽ ചെക്ക് ചെയ്ത അതേ കാര്യങ്ങൾ വീണ്ടും ഇതിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രൊസീഡ് കൊടുത്ത് പോകുന്നത്. ഇവിടെ ഓണർ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഐ എഗ്രി കൊടുത്ത് ഒന്ന് പ്രൊസീഡ് കൊടുക്കണം. ഇപ്പോൾ ഈ ഓതറൈസേഷൻ നൽകുന്ന വ്യക്തിൻ്റെ പേര് തന്നെയാണ് 6 ഓണേഴ്സിൻ്റെ പേരിൻ്റെ സ്ഥാനത്തും വന്നിട്ടുള്ളത്. ഇവിടെ 7 കാണുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട. 1 ലൈസൻസിയാണ്. അപ്പോൾ ഞാനൊന്ന് OTP അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് OTP കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാ ഓണേഴ്സും വാലിഡേറ്റ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് പ്രൊസീഡ് കൊടുക്കാം. അതിനുശേഷം ഓർഗനൈസേഷൻ ലോഗിനിലൊന്ന് കയറി നോക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ടു സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. നമ്മൾ എഡിറ്റിൽ പോയതിനു ശേഷം വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നാട്ടിലില്ലാത്ത ഒരു വ്യക്തിക്ക് സിറ്റിസൺ ലോഗിൻ പോലും ക്രിയേറ്റ് ചെയ്യാതെ മറ്റൊരു വ്യക്തിയുടെ പേരിൽ ഓതറൈസേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് നാട്ടിലില്ലാത്തൊരു വ്യക്തിക്ക് സിറ്റിസൺ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും, ഓതറൈസേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ID ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ OTP വേണ്ടേ. ഇനി നാട്ടിലുള്ള മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ വെച്ചിട്ടും അവർക്ക് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അതർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സിറ്റിസൺ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ രണ്ടാമതൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.